ഉറപ്പിച്ച് വിട് പാപ്പ അങ്ങോട്ട്. ഇതാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന കൊച്ചു ടൗണ്. ചെമ്മീൻ കെട്ടും മരവും ഇരിക്കാനാണെങ്കിൽ ബെഞ്ചുകളും. സൈഡിൽ മൊത്തം ആൾക്കാരൊക്കെ ഇല്ലേ. വൈകിട്ട് ഐസ്ക്രീം വണ്ടി വരെ ഉണ്ട്. ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ. ഡ്രൈവർമാർ മോദകം, മസാല ബോണ്ട. ഇതെന്തുവാ? മോദകം. അടുത്തത് ഉള്ളിവട. ഇന്നത്തെ നമ്മുടെ യാത്ര മൺട്രോത്തുരുത്തിലോട്ടാണ്. നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു എന്തോ വണ്ടിക്കകത്ത് ലോഡെന്തുവാ? പാറ കല്ല്. നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്ന ഇപ്പൊ? നമ്മള് മൺട്രോത്തുരുത്ത്. എത്ര സമയം എടുക്കും ഇവിടുന്ന് അങ്ങ് ചെല്ലാൻ? ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും. ഏത് വഴി കൂടെ നമ്മള് പോകുന്നേ? നമ്മള് അടൂർ വഴി പോവാം. എല്ലാരും പോകുന്നതിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടിപ്പറിനകത്താണ് ഞങ്ങളുടെ യാത്ര. എങ്ങനെയുണ്ട് ചോദിച്ചാൽ ടിപ്പറിനകത്ത് യാത്ര? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ ഇച്ചിരി എല്ലാം റോഡൊക്കെ കണ്ട് നമുക്ക് വ്യത്യസ്തമായ ഒരു യാത്രയാണ്. പറയണം. നമ്മൾ ഈ വലിയ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് പോകുമ്പോ എന്ത് ബുദ്ധിമുട്ടെന്താ നമുക്ക് തോന്നുന്നേ? വലിയ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മള് ലോഡ് വണ്ടി ഓടിക്കുന്ന ബുദ്ധിമുട്ട്. ഏതാണ് ലോഡ് വണ്ടി ഓടിക്കുന്ന ബുദ്ധിമുട്ട്? അതാ ലോഡ് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന ബുദ്ധിമുട്ട്? അതായത് എപ്പോഴും ലോഡ് വണ്ടി ഉള്ളതാണല്ലോ ബുദ്ധിമുട്ട്. ലോഡുള്ള ബുദ്ധിമുട്ടല്ലേ? ഇതിപ്പോ നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത്? ഇതിപ്പോ നമ്മൾ MC റോഡിൽ കയറി MC റോഡിൽ അടൂർ ടൗൺ ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഉറപ്പിച്ച് വിട് പാപ്പ അങ്ങോട്ട്. അപ്പൊ വിഷ്ണു ഇത്ര ലോഡ് ഒക്കെ വെച്ച് വണ്ടി ഓടിച്ചോണ്ട് പോകില്ലയോ? അപ്പൊ എതിരെ ഈ ഫ്രീക്കന്മാരൊക്കെ വരത്തില്ലയോ? ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോടൊക്കെ എന്താണ്, നമ്മൾ മാക്സിമം അങ്ങ് ഒഴിവാക്കി അങ്ങ് ചവിട്ടി പോവാന്നുള്ളതേ ഉള്ളൂ. അവരോട് നമ്മൾ എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഉടക്കാവും, വഴക്കാവും. അപ്പൊ നമ്മൾ മാക്സിമം അങ്ങ് ഒഴിഞ്ഞു പോവാ. ഇത് മണക്കാലയാണ്, മണക്കാല. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്, പോളിടെക്നിക്. മറ്റേ പണ്ട് ആഘോഷങ്ങളൊക്കെ, വലിയ ആഘോഷമൊക്കെ നടത്തില്ലായിരുന്നു? ഇവിടെ ഭയങ്കര ആഘോഷം നടക്കുന്നു. എവിടെ? മറ്റേ ചെകുത്താൻ എന്ന് പറഞ്ഞൊരു ലോറിയില് എന്തോ ഓണപരിപാടിയോ ഏതാണ്ട് പരിപാടിയൊക്കെ നടന്നായിരുന്നല്ലോ. അതിവിടെ ഇവിടെ വെച്ചായിരുന്നു, ഈ എഞ്ചിനീയറിംഗ് കോളേജ്. ഇതാ കോളേജ് നോക്കി. ഭയങ്കര ആഘോഷമായിരുന്നു അന്ന്. ഇത് തുവയൂർ ജംഗ്ഷൻ അല്ലയോ? ഇത് തുവയൂര്. ഈ കൊച്ചു വണ്ടിയൊക്കെ ഓടിക്കൊണ്ട് വന്ന ആൾക്കാർക്ക് ഈ ലോഡ് വണ്ടി കൊണ്ട് വരുന്നവരുടെ ബുദ്ധിമുട്ട് അറിയത്തില്ലല്ലോ. അത് അറിയത്തില്ലെന്നല്ല, അവർക്ക് അറിയാവുന്നതാണ്. ഈ വലിയ വണ്ടിയും കൊണ്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ അവർക്ക് അറിയാം. പിന്നെ അവരോരോ പിള്ളേരാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. അതെ. അവർക്ക് അറിയത്തില്ല ബുദ്ധിമുട്ട്. വലിയ വണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പം ഈ പെണ്ണുങ്ങൾ കാർ ഓടിച്ച് പോകുമ്പോഴാണ് ഈ വലിയ വണ്ടിക്കാർക്ക് വലിയ വിഷയം. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ പിന്നെ ഈ നമ്മൾ പെട്ടെന്ന് മുമ്പിൽ പോയി പെട്ടെന്നൊക്കെ ചെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ലോഡും വണ്ടി പുറകിൽ പോയി അതിന്റെ പുറകിൽ പോയി പെട്ടെന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ നിൽക്കുമൊന്നുമില്ല. ഓക്കെ. അപ്പൊ പിന്നെ എന്നാലും പ്രശ്നം വരുന്നത് മൊത്തം ലോഡും വണ്ടിക്കാർക്കായിരിക്കും. കടമ്പനാട് ജംഗ്ഷനിൽ എത്തിയാണ് നമ്മള്. ഈ നനഞ്ഞ റോഡിൽ കൂടെ ഓടിക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടല്ലേ ഫീൽ ചെയ്യോ? നനഞ്ഞ റോഡിൽ കൂടെ ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. നല്ല മഴയൊക്കെ ആണെങ്കിൽ ചില റോഡിന് ഭയങ്കര ഗ്ലേസിംഗ് ആണ്. ചിലപ്പോൾ ചവിട്ടിയാലൊന്നും കിട്ടത്തില്ല. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ പോവാൻ. ഇപ്പൊ റോഡെല്ലാം നനഞ്ഞെടുക്കാം. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ചെറിയ ചാറ്റ് ചാരിയുള്ള നനവല്ലേ? ഇതോ അത്രേ ഉള്ളല്ലേ. ഇത് ചീക്കൽക്കടവ് പാലം. കായലല്ലയോ? കായൽപ്പരപ്പിലൂടെ പഴയാർ ശ്രീ മുത്താരമ്മൻ കോവിൽ, കിഴക്കേക്കല്ലട. നല്ലൊരു പാടം. പാടം നല്ലൊരു കുളമുണ്ട്, അമ്പലക്കുളമാണെന്ന് തോന്നുന്നല്ലേ?
വണ്ടിയായിട്ടൊക്കെ വരുന്നവർ സൂക്ഷിച്ചൊക്കെ ഈ റൂട്ടിൽ കൂടെ വരുക. നല്ല വളവും തിരിവുള്ള വഴികളാണ്. പ്രത്യേകിച്ച് ഇതുപോലെ വലിയ വണ്ടികളൊക്കെ ലോഡുമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് ചവിട്ടി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ചെറിയ വണ്ടി വരുന്നവരൊക്കെ സൂക്ഷിച്ചിട്ട് വരിക. വീതി കുറഞ്ഞ റോഡും അല്ലേ? പക്ഷേ നമ്മുടെ നാട്ടിലെ വഴികളെല്ലാം നല്ല നവീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർക്ക് നടക്കാനുള്ള സ്ഥലങ്ങളില്ല സൈഡിൽ കൂടെ. അതൊരു മെയിൻ പോരായ്മ ഇവിടുത്തെ എല്ലാം. റോഡിലോട്ട് വന്ന് കയറി ഇവിടുന്ന് നമ്മൾ ഇനി നേരെ ചിറ്റുമല എന്നാണ് നമ്മൾ മൺട്രോത്തുരുത്ത് റോഡിലോട്ട് കയറാൻ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് വേണം പോകാൻ. നമ്മളൊരു ഹെയർ പിൻ വളയ്ക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ റിച്ചായി കുറേ വണ്ടിയിലുണ്ട്. ഇപ്പൊ നമ്മുടെ സാരഥി വളരെ പാടുപെട്ടാണ് ആ ഹെയർ പിൻ വളവ് തിരിച്ചു കയറ്റിയത്. കാരണം വണ്ടിയുടെ തിരക്കൊക്കെ അതുപോലെയാണ്. ഈ സമയത്തൊക്കെ വരുമ്പോ നല്ല വണ്ടി തിരക്കായിരിക്കും ഇവിടെ. നല്ല വളവും തരുമല്ലേ. ഇത് നമ്മളേ ലോഡും വെച്ചോണ്ട് എത്ര കിലോമീറ്റർ സ്പീഡ് വരെ മാക്സിമം വണ്ടി ഓടിക്കാൻ പറ്റും? നമുക്ക് ലോഡ് ഉണ്ടെങ്കിൽ ഒരു 40-50 കിലോമീറ്റർ ഒക്കെ, 50 കിലോമീറ്ററിലൊക്കെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അതാണ് വണ്ടിക്കും സേഫ്. നമ്മള് പെട്ടെന്ന് ഈ ഇതേ കൂടെ നല്ല സ്പീഡിൽ ഓടി ടയർ ചിലപ്പോൾ ചൂടാവും, പഞ്ചറാവും, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. നമ്മളൊരു 50 കിലോമീറ്ററിൽ വരുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരുമാതിരി ഗുഡ്സ് വണ്ടിക്കുള്ള വരാൻ പറ്റിയ സ്പീഡാണ് 50 കിലോമീറ്റർ എന്നുള്ളത്. വണ്ടിയുണ്ട്. നമ്മള് ഏകദേശം മൺട്രോത്തുരുത്ത് ആവാറായി കേട്ടോ. മൺട്രോത്തുരുത്തായി. ഇത് മൺട്രോത്തുരുത്ത് പാലമാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ബോട്ടിങ്ങിന്റെ ബോർഡുകളുണ്ട്. അപ്പൊ നമ്മൾ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി. അവരൊക്കെ ഈ പരിസരത്തൊക്കെ കാണും. ഏതാണ്ട് കായല് അതുകൊണ്ട് ഹൗസ് ബോട്ടുകൾ കിടക്കുന്നു. ശാസ്താംകോട്ടക്കായലല്ലേ? ഇത് മൺട്രോത്തുരുത്താ കേട്ടോ. മൺട്രോത്തുരുത്തല്ലേ? ബോട്ടിങ്ങിന്റെ അടുത്ത ബോർഡ് കണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെയാണ് അവർ നമ്മളെ ബോട്ടെ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നത് കായൽ വഴി. എത്ര മണിക്കൂറൊക്കെ ബോട്ടിങ്? എത്ര മണിക്കൂറൊന്നുണ്ടോ? അതോ അതിപ്പോ നമ്മുടെ ഇഷ്ടം. 1 മണിക്കൂറിന്റെ കാണും, ചിലപ്പോൾ 2 മണിക്കൂറിന്റെ കാണും. ഫുൾ ഒരു ദിവസത്തേക്ക് ഉണ്ടോ? ഒരു ദിവസത്തേക്ക് കാണുമായിരിക്കും. പക്ഷെ അതിനൊക്കെ ചാർജ് വ്യത്യാസം കാണും. നമ്മുടെ ആലപ്പുഴയുള്ള പോലത്തെ ഒക്കെ സെറ്റപ്പ് ആയിരിക്കും ഇവിടെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടിന്റെ ഇടയ്ക്കൂടെയുള്ള ബോട്ടിങ്ങുകളാണ്. ഇതാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന കൊച്ചു ടൗണ്. റോഡൊക്കെ നല്ലതാണ്, പക്ഷെ ആൾക്കാർക്ക് നടന്നുള്ള വഴിയില്ല. മൺട്രോത്തുരുത്ത് എസ് വളവ്. നമുക്കൊരു എസ് വളവ് കണ്ടിട്ട് നല്ല. അവിടെ ഏകദേശം നമ്മൾ ഇവിടെ വന്നപ്പോൾ സന്ധ്യയാകാറായി. നേരമൊക്കെ ഇരുട്ടി തുടങ്ങിയല്ലേ? നല്ലപോലെ ഇരുട്ടി. ആ വണ്ടിക്ക് ഞാൻ കയറ്റി വിട്ടേരെ. കുറെ നേരം കൊണ്ട് ഫോൺ അടിക്കാൻ തുടങ്ങി. ബോട്ടിങ്ങിന് പോകാൻ താല്പര്യമുള്ളവരൊക്കെ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ചെറിയ വഴിയായോണ്ടേ. അതെ. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെമ്മീൻ കിട്ടും. ഇതെല്ലാം ബോട്ട് സർവീസ് ഉള്ളതാണ്. അപ്പൊ
വരുമ്പോ ഇവര് ബോർഡ് പിടിച്ച് നിൽക്കും, ബോട്ടിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യും. ബോട്ടുകളുണ്ടെന്ന് തോന്നുന്നല്ലേ? അടിപൊളി ലേക്ക്, ചുറ്റോട് ചുറ്റും വെള്ളം, കായലൊക്കെ കാണാൻ സഞ്ചാരികൾ ഇതൊക്കെ പറഞ്ഞാൽ എന്നും വൈകിട്ട് ആളുകളുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാനാണെങ്കിലും വൈകിട്ട് കായലും മരവും ഇരിക്കാനാണെങ്കിൽ ബെഞ്ചുകളും. സൈഡിൽ മൊത്തം ആൾക്കാരൊക്കെ വൈകിട്ട് ഐസ്ക്രീം വണ്ടി വരെ ഉണ്ട്. ഇവിടൊക്കെ ചൂണ്ടയിടാനും വന്ന ആൾക്കാർ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നല്ലേ? പിന്നെ അതൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ആയിരിക്കും. അത് കാരണം വണ്ടിയുടെ തിരക്കാ റോഡ് സൈഡിലല്ല. നല്ല കെട്ടുള്ള കിടപ്പുണ്ട് രണ്ട് സൈഡിലും. ഈ കാടിനിടയിൽ കൂടെ ആയിരിക്കും കൊണ്ടുപോകണം അല്ലയോ? ഇതുവഴി ആയിരിക്കും അതുവഴിയൊക്കെ കണ്ടൽക്കാടിനിടയിൽ കൂടെ ഇവിടെ കണ്ടത് മറ്റേ പിന്നെ കായലിൽ കൂടെ ഇറങ്ങി നടക്കുന്ന സ്ഥലമൊക്കെ ഉള്ളു. അതിവിടാണോ? അത് ഇവിടെ ആണോന്ന് അറിയത്തില്ല. ഈ മൺട്രോത്തുരുപ്പിന് അടുത്തും കണ്ടാണ്. അതിനൊരു പേര് പറയുമായിരുന്നു അതിന്. കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചേക്കോ കായലിനകത്തല്ലേ? ആ സ്ഥലത്തിനൊരു പേര് പറയുമായിരുന്നു. മിഷനും കൊണ്ടുള്ളതാണോ അത്? മിഷനും കൊണ്ടല്ലേ, എഞ്ചിനാ. അപ്പൊ നമ്മുടെ വണ്ടി സാരഥി മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡിൽ കൂടെ കയറാൻ. ബാക്കി പോത്തില്ല. ഫ്രണ്ട് ഓക്കെ പോരെ. നിക്കട്ടെ. പിക്കപ്പ് കയറുന്ന വഴി അതല്ല, പിക്കപ്പ് കയറുന്ന വഴിയാണ്. ഇത്രയും വലിയ വണ്ടി ബുദ്ധിമുട്ടാ കയറി വരെ. അവിടെ നോക്കിക്കോ, അവിടെ കുഴപ്പമില്ല. പോരട്ടെ. അവിടെ കുഴപ്പമില്ല. ഇനി ഓടിച്ചോ. എടുത്തടിച്ചോ. കുഴപ്പമില്ലല്ലോ. കണ്ടോ ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ട് കണ്ടോ? ഇവിടെ ഉണ്ടല്ലോ ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ട് കണ്ടോ? വണ്ടി തട്ടാതെ ഇപ്പൊ അവിടെ നല്ല പാടായിരുന്നു കയറി വരല്ലേ? നല്ല പാടായിരുന്നു കയറി വരാൻ. പിന്നെ അന്ന് പറഞ്ഞാൽ അവിടെ കോൺക്രീറ്റ് ഉണ്ടോ? ആ മതിൽ അവിടെ ഇരിക്കുന്നത് നമുക്ക് ഒത്തിരി ഇടത്തോട്ട് ചേർത്ത് വീശാനുള്ള സ്ഥലമേ. മതിലൊക്കെ ഏതോ വണ്ടി ഒന്ന് തട്ടില്ല. കറക്റ്റ് ആ പിക്കപ്പ് കയറിയുള്ള സ്ഥലമേ ഉള്ളൂ അതിനകത്ത്. ആ തിരിയാനുള്ള ഒരു ഇതില്ല. 150 അടി തന്നെ വലിയ പാടോട്ട് കയറി. അല്ല അപ്പം 300 അടി വണ്ടി വന്നായിരുന്നല്ലോ. അത് പറ്റത്തില്ലല്ലോ. അവിടെ തുറന്നില്ലടാ. പാറയെല്ലാം ഇടയ്ക്കൊരു ജാമായിരിക്കുന്നുണ്ട്. സാധനം സൂക്ഷിച്ചോണേ. കല്ല് കയറി ജാമായിരിക്കുന്നുണ്ട്. ഡോർ തുറക്കാൻ പറ്റത്തില്ല.
കുറച്ച് ഫ്രണ്ട് എടുക്കാൻ പറ. ഫ്രണ്ട് കല്ല് ജാമായിട്ടിരിക്കുക. ഇനിയുണ്ടോ? ബാക്കി വന്നാലും ഞാൻ പാറ തട്ടും കേട്ടോ. ഇതാ അവസ്ഥ ഇപ്പൊ. രണ്ടെണ്ണം കയറി ജാമായിട്ടിരിക്കും ഇവിടെ. പക്ഷെ വലിയ പാറയത്. എന്തോ ഇങ്ങോട്ടൊന്ന് കയറാൻ ഡയറക്ഷൻ വിട്ടുകൊണ്ടിരിക്കുക. ഖലാസ്. പോരട്ടെ. ശകലൊന്ന് ബാക്ക്. പോരെ. പോലെ കുറച്ച് ബാക്ക് എടുത്തു. അവിടെ പോകത്തില്ലടാ. ഫുള്ളടിച്ചു. ആ മൂലക്കൊരു കല്ലിരിപ്പുണ്ട്. നമ്മുടെ വന്ന ദൗത്യം ഏതാണ്ടൊക്കെ കഴിഞ്ഞു. അതെ. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ. അവരെ ആ വണ്ടി എടുത്തുകൊണ്ട് പോയതും ആ ഇടുങ്ങിയ വഴി കൂടെ ഒക്കെ പോയതും എല്ലാം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോയത്. നമ്മൾ ഉദ്ദേശിച്ച ടൈമിനെക്കാട്ടി ഒരു 10-15 മിനിറ്റിന് മുന്നേ വന്നു. നമ്മൾ 15 മിനിറ്റ് വന്ന് ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോൾ മഴയത്താ വരുന്നെങ്കിൽ പെട്ടുപോയനെ. അപ്പൊ വന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അതെ. നേരെ സന്ധ്യയായി. ഞങ്ങളെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമെന്നെ കാണിച്ചു തരാം. എന്തെങ്കിലും കണ്ടാലേ. എന്നാലും പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു ചായ ഒക്കെ കുടിക്കണം. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പൊ വിഷ്ണു എന്തോ കടയില് വണ്ടി കുറച്ചേക്ക് വേണ്ടൊരു കുഞ്ഞു മഴ പെയ്തോണ്ടിരിക്കുക. ഇനിയിപ്പോ പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലേ? അപ്പുറത്തോട് ഇത് മറ്റേ റെയിൽവേ ഉണ്ട്. നമ്മുടെ സാരഥി നമുക്ക് വേണ്ടിട്ട് 10 രൂപയുടെ കപ്പലിന്റെ മേടിക്കുമ്പോൾ നല്ല ചൂട് കപ്പലിൽ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. 10 രൂപയുടെ എന്ന് പറയണ്ടായിരുന്നു, 10-30 രൂപയുടെ എന്ന് പറ. അപ്പൊ അവൻ പറഞ്ഞൊരു 10 രൂപയുടെ വേണ്ട. ഇപ്പൊ രണ്ടാമതൂടെ മേടിക്കാം കേട്ടോ. 10-30 മതി. എടാ ഒന്ന് മതി. വേണ്ട. നമുക്ക് ഇനി പോയി ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാം അല്ലേ? പിന്നെ
പക്ഷെ ഇറക്കാൻ കുറച്ച് താമസിച്ചു, അല്ലെങ്കിൽ കുറച്ച് ഇറങ്ങ. തല ഇടിക്കത്തില്ല അതിനകത്തൂടെ വരുമ്പോ. നല്ല അടിപൊളി കാഴ്ച കണ്ടോ ഇതൊക്കെ. പാലത്തിനടിയിലോട്ട് കമ്പും പിടിച്ചോണ്ടിരിക്കുക. കൊച്ചാണ്ട് കരയിൽ പൊട്ടിയോ? ഓ പൊട്ടിയില്ല. ചായ പറഞ്ഞു 3 ചായ പറഞ്ഞു. കള്ളൂലി ഇവിടെ ഉള്ളിവട, മുളക് ബജ്ജി, മോദകം, മസാല ബോണ്ട, ഗുണ്ട്, പരിപ്പുവട ഉണ്ട്. ഓക്കെ. ഇതെന്താ സാധനം ഇത്? ഗുണ്ട്. ഇതോ? മസാല. ഇതെന്തുവാ? മോദകം. അടുത്തത് ഉള്ളിവട. ഇരിക്കുന്ന എന്തുവാ? പരിപ്പുവട. ഇതെന്താ ഉള്ളി ചേർത്ത പരിപ്പുവട? രണ്ടായിട്ടുണ്ട് അല്ലേ? അതിനകത്ത് എന്തുവാ വീണ്? കാക്ക തൂറി. ആവശ്യേ ചായ മാത്രം മതിയോ? മോദകം കഴിക്കുവാണ്. ഞാനൊരു പരിപ്പുവട എടുത്ത് കഴിക്കുക. നല്ലൊരു മഴയും ചെയ്യുന്നുണ്ട്. കണ്ടുപിടി വഴി വരുന്നവരല്ല കാണുന്ന കടയിൽ അത് സൂപ്പർ കടിയും ചായ. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്നത്തെ അവസാനിക്കാൻ പോവാണ്. പരിപാടിയും കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. നല്ല മഴയും പെയ്യുന്നുണ്ട്. സാരഥി വണ്ടി മുന്നോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.